സുഹൃത്തുക്കളെ, ഞാൻ ഇബ്രാഹിം അങ്ങാട്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വന്നത്. കള്ള് കുടിക്കാൻ എന്ന വ്യാജന് കള്ള് ഷാപ്പിൽ കയറുകയും ആ ആളുകൾ അവിടെയുള്ള ജോലിക്കാരനെ അവിടെ പൂട്ടിയിടുകയും അതിന്റെ ഓണറുടെ കഴുത്തിൽ നിന്നും 8 പവനിലധികം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചു പോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഫോണും കവർന്നിരുന്നു. അങ്ങനെ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. ഇത് നടന്നതിന്റെ പിന്നാലെ അന്വേഷണം തകൃതിയായിട്ട് തന്നെ പോലീസ് നടത്തി. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ കഴിഞ്ഞ ദിവസം പ്രതികളെ പിടിച്ചു. 4ഓളം പ്രതികളുണ്ട്. അവരുടെ വാഹനം കണ്ടെത്തി എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അറിയുകയും ചെയ്തു. അപ്പൊ അതിലെ ന്യൂസ് പുറത്തു വന്നപ്പോൾ അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ അറിയാമോ? 100ഓളം CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് അതിനുള്ള തെളിവ് കണ്ടെത്തി എന്നുള്ളതാണ്. നോക്കണം നിങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രതികളിലേക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ CCTV ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു തെളിവും കിട്ടുമായിരുന്നില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു വിഷയം, നമ്മുടെ നാട്ടിൽ ഇപ്പോ സാധാരണക്കാരുടെ വീട്ടിലടക്കം വൈഫൈ കണക്ഷൻ ഉണ്ട്. അപ്പോ ഞാൻ ചെയ്തൊരു കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. വലിയ കാശ് കൊടുത്ത് CCTV വെക്കാനൊന്നും നമുക്ക് ആർക്കും സാധിക്കില്ല. അപ്പോൾ നമ്മൾ അത്രക്കാരായിരിക്കുന്ന നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു വിഷയം വളരെ സിമ്പിൾ ആയിട്ട്, നമ്മുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ, കൂടുതലും ഞാൻ നിർബന്ധിക്കുന്നില്ല, വൈഫൈ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുക. എന്താ വെച്ചാൽ ഒരു വൈഫൈ ക്യാമറ ഓൺലൈനിൽ യഥേഷ്ടം സാധനം ലഭിക്കും. അതിന് വില കുറഞ്ഞതുണ്ടാകും, കൂടിയതൊക്കെ ഉണ്ടാകും. വില കൂടുന്നത് അതിനനുസരിച്ച് ക്ലാരിറ്റി ഉണ്ടാവും, വില കുറയുന്നത് ആ ലെവലിൽ ഉണ്ടാവുള്ളൂ. എങ്കിലും അത് എന്തായാലും അത് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇത് അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ വീട്ടിൽ ചെറിയൊരു ക്യാമറ ഉണ്ട്. അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നതിലടക്കാണ് ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞത്. നാട്ടിൽ നിന്നുള്ള മഴയുടെ ദൃശ്യമൊക്കെ അവന് ഇടയ്ക്ക് വിട്ടിരുന്നു. നാട്ടിൽ നല്ല മഴയുണ്ട്, പിന്നെ നല്ല കാറ്റുണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ദൃശ്യം വിട്ടു തരുമ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചറിയുന്നത്. അങ്ങനെയാണ് ഞാനും ഈ സാധനം കഴിഞ്ഞ നാട്ടിൽ ഇപ്പൊ പോയപ്പോഴാണ്, അതിന് മുമ്പ് പോയപ്പോൾ, അതായത് 10 മാസം മുമ്പ് നാട്ടിൽ പോയപ്പോഴാണ് ഞാൻ ഈ സാധനം എൻ്റെ വീട്ടിൽ ഓർഡർ ചെയ്ത് വെക്കുന്നത്. പല കമ്പനികളുണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും ഓർഡർ ചെയ്യണം. അത് വില കൂടുന്നതിനനുസരിച്ച് സാധനം നന്നാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കൂടുന്നതിന് ശേഷം ഞാൻ തന്നെ എൻ്റെ വീട്ടിന്റെ ഒരു കറക്റ്റ് പോയിന്റിൽ അത് ഫിറ്റ് ചെയ്ത് അത് ഇമെയിൽ വഴി നമ്മുടെ ഫോൺ വഴി കണക്ട് ആക്കാൻ പറ്റും. ഇമെയിൽ അഡ്രസ് ഉണ്ടാക്കി പിന്നെ അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ കൂടി കൊടുത്താൽ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താകാൻ പറ്റും, അതിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ ഒരു 3 ദിവസത്തോളം ഇതിൽ സ്റ്റോറേജ് ആയി കിട്ടുന്നുണ്ട്. 3 ദിവസത്തോളം. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷന് പ്രത്യേക പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇതിൽ കിട്ടുമെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. നമുക്ക് 3 ദിവസത്തെ തന്നെ കണ്ടാൽ മതി. അതിലെന്തെങ്കിലും കറക്റ്റ് ആയിട്ട് വേണ്ടത് നമുക്ക് അപ്പോൾ തന്നെ അതിൽ നോക്കിയിട്ട് റെക്കോർഡ് ചെയ്ത് ഇതിൽ ഫോണിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പൊ ഞാൻ നിങ്ങൾ കാണിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നുള്ള എങ്ങനെയെന്നുള്ളത് അപ്പത്തെ ഒരു ദൃശ്യം ഞങ്ങൾക്ക് കാണിക്കണം. അപ്പൊ ഞാനിതാ എൻ്റെ ഈ ഫോണിലാണ് ഇതുള്ളത് കേട്ടോ. ഈ ഫോണിലാണ് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കാണാൻ പറ്റുക. അപ്പൊ അതിലിതാ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ട്. ഇത് ഞാൻ കമ്പനി പരസ്യം ചെയ്യുന്നില്ല, കാരണം അതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല. അതുകൊണ്ട് ഇതാ ഈ ആപ്ലിക്കേഷനിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ഇതാ ഇപ്പൊ ഇതിന്റെ പേരൊക്കെ ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ നിൽക്കുന്നുണ്ട്. അതിന് ഉമ്മ മുറ്റത്ത് തേങ്ങ ആട്ടാൻ വേണ്ടിയിട്ട് ഉണക്കുന്ന ഒരു ഭാഗമാണ് അവിടെ ഉള്ളത് കേട്ടോ, വന്ന് നിൽക്കുന്നത്. പക്ഷെ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇപ്പോൾ ഉള്ള അവിടുത്തെ ദൃശ്യങ്ങൾ കാണാൻ പറ്റും. അത് കുറച്ച് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്ന ഭാഗമാണ്. ആ ഉമ്മ പുറത്തിറങ്ങിയപ്പോൾ അതാണ് നമ്മൾ അവിടെ കണ്ടത്. ഇപ്പോ എൻ്റെ വീടിന്റെ മുൻഭാഗമാണ് ഇതിൽ കാണുന്നത്. നോക്കി നിങ്ങൾ, ഇത് എൻ്റെ വീട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും ഈ വൈഫൈ ക്യാമറയിൽ നിന്നുള്ള പിന്നെ വീഡിയോസ് നമ്മൾ FB തന്നെ പങ്കുവച്ചിട്ടുണ്ട്. കണ്ടോ, ഇപ്പൊ ആരോ എൻ്റെ ഉപ്പ തന്നെ വരുന്നുണ്ട് അവിടെ. നോക്കൂ, നമ്മളിത് കാണുകയാണ് തത്സമയം. ഇനി ഉപ്പ വരുമ്പോ ഇത് കാണാം, ആ ക്യാമറ കടി തിരിഞ്ഞ് ഹലോ ഉപ്പ അവിടെ വണ്ടി നിർത്തി. അപ്പോ ക്യാമറ യഥേഷ്ടം ഏത് ഭാഗത്തു നിന്നാണ് ഏത് ഭാഗത്തേക്കാണ് തിരിയാന്ന് വെച്ചാൽ അവിടേക്ക് തിരിഞ്ഞ് ആളുകൾ എവിടേക്കാണ് പോകുന്നത് അങ്ങോട്ട് തിരിയും. അങ്ങനെ പലതും നമുക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ട്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, ഇതിൽ ഉപ്പാനോട് നമുക്ക് സംസാരിക്കാൻ പോവുകയാണെങ്കിൽ ഈ താഴെയുള്ള ഈ ബട്ടണിൽ നിൽക്കി കഴിഞ്ഞാൽ ഉപ്പാനോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ അവിടെ താഴുണ്ട്. ഇനി അതല്ല, ഇതിലൊരു സൈറം മുറക്കി കഴിഞ്ഞാൽ അവിടെ അടുത്ത് ആള് വരും. ഞാൻ നോക്കട്ടെ ഉപ്പാനോട് സംസാരിക്കാൻ പറ്റുള്ളത്. അസ്സലാമു അലൈക്കും. എവിടുന്ന പള്ളിയെന്നാ വരുന്നേ? പള്ളിയെന്നാ വരുന്നേ? പള്ളിയെന്നാണോ വരുന്നേ ചോദിക്ക. ആ ആ ആ അത് ശരി. ഞാൻ ഇതിലിങ്ങനെ നോക്കിയിരുന്നപ്പോഴേ കണ്ടപ്പോ ഒന്ന് വിളിച്ചതാ. എന്നാ ശരി, വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ എന്നാ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇതാണ്. അപ്പൊ പുറത്ത് ഇതാ ഇവിടെ മുറ്റത്ത് തേങ്ങ ഉണങ്ങിയതുണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മളിങ്ങനെ കൈയ്യേറ്റ് തോണ്ടി കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ ഇവിടെ ഉള്ളത് എന്താന്നുള്ളത്. കണ്ടോ, വീടിന്റെ ഫ്രണ്ട് മുതൽ അടിഭാഗം മുതൽ എല്ലാതും ഉണ്ടോ, എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഒറ്റ ക്യാമറയിൽ. ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും അനക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ ക്യാമറ അങ്ങോട്ട് തിരിഞ്ഞ് അത് റെക്കോർഡ് ചെയ്യും.
ഇത്രയും അടിപൊളിയായിട്ടില്ല, അതൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ടിഫിക്കേഷനും വരും കേട്ടോ. ഇതിപ്പോ ഞാൻ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടുകൊണ്ട് പറയാനോട് സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ പറ്റും, ഇവിടെ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വരുന്നത്, നോട്ടിഫിക്കേഷൻ ആയിട്ട് എനിക്ക് വരുന്നത്. അതിന് മുന്നേ ഉമ്മ തേങ്ങ ഇടുന്ന വേണ്ടി വന്നതുണ്ട്, അത് നോട്ടിഫിക്കേഷൻ നേരത്തെ നമ്മൾ കണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്തപ്പോൾ അതാണത്. പിന്നെ അതാ ഇവിടെ ഉമ്മ നിൽക്കുന്ന തന്നെ കുറെ നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ വന്നതിൽ. പിന്നെ അതുപോലെ തന്നെ ഒരു പൂച്ച പോയതുണ്ട്, അതും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആണോ, ഒരു പൂച്ച പോകുന്നത്, അത് നോട്ടിഫിക്കേഷൻ. പിന്നെ അതിന് മുമ്പായിട്ട് പിന്നെ റാഷിദിന്റെ പിന്നെ സഹോദരനാണ്, അളാപ്പാന്റെ മോനാണ്, അപ്പൊ അവന് വരുന്നുണ്ട് വീട്ടിലേക്ക്, അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ദൃശ്യങ്ങൾ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്ന ദൃശ്യങ്ങളുണ്ട്. 3 ദിവസത്തോളം ഇതിൽ സ്റ്റോറേജ് കിട്ടുന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിവിടെ നിൽക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ SD എന്നതിൽ SD കാർഡ് ഉണ്ട്, ഇതിൽ റെക്കോർഡ് ആവുന്നതാണ് ഇത് കേട്ടോ. ഇതിന് 3 ദിവസം മാത്രമേ ഇതിൽ റെക്കോർഡ് ആവുള്ളൂ. അപ്പൊ ഇപ്പൊ ഇതിൽ ഈ ബാർ കാണുന്ന ഓരോ കാര്യങ്ങൾ കാണാം, അതിൽ എന്തെങ്കിലും ഒരു പിന്നെ അനക്കതിലുണ്ടായിട്ടുണ്ടാവും ക്യാമറയിൽ. അതാണ് ഇത്. ഇതുപോലെ കണ്ടോ, അവിടെ ഉമ്മ തേങ്ങ ഇടുന്നുണ്ട്, അതിന്റെ ഒരു ഭാഗമാണ് കണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഉമ്മ അവിടെ കടന്ന് തിരിയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാത്രികളിലൊക്കെ എന്തെങ്കിലും അനക്കങ്ങൾ ഉണ്ടെങ്കിലും ശബ്ദങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. കണ്ടത് രാത്രികളുടെ ദൃശ്യമാണ്. നമ്മൾ ലൈറ്റ് ഇല്ലെങ്കിലും നോക്കി നിങ്ങൾ, ലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ലൈറ്റ് ഇതൊന്നും ആവശ്യമില്ല, ഇതുപോലെ റെക്കോർഡാവും. നോക്കൂ. അപ്പോ ഇത് ഞാൻ പറയാനുള്ള കാരണം, നമ്മുടെ അധിക വീടുകളും, നമ്മുടെ നാട്ടിലൊക്കെ അധിക വീടുകളും റോഡ് സൈഡിലും ഒക്കെ തന്നെയാണ്. എന്തൊരു അനക്കുണ്ടായാലും ഇത്തരത്തിലൊരു ക്യാമറ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും അത് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. എന്തൊരു അനക്കങ്ങളും എന്തൊരു ശബ്ദങ്ങളും ഇപ്പൊ ഒരു ഭാഗത്ത് എല്ലാ വീടുകളിലും ഇതുപോലെ പിന്നെ ഒരു CCTV ക്യാമറകൾ ഫ്രണ്ടിലുണ്ടെങ്കിൽ ആ ഭാഗത്ത് എന്ത് തന്നെ സംഭവിച്ചാലും പിന്നെ അത് പിടിക്കപ്പെടും. ആ കളവാവട്ടെ, മറ്റാരെങ്കിലും വന്നതാവട്ടെ, പോകുന്നതാവട്ടെ, എന്തായാലും പിടിക്കപ്പെടും. അപ്പോ ചെറിയ കാശിന് ഇപ്പോ ഏതാണ്ട് പിന്നെ 2000 2500 റുപ്യ ഒക്കെ നല്ല ക്യാമറകൾ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ 5000 വരുന്ന ക്യാമറകളുണ്ട്, അതിൽ 2 ക്യാമറ തന്നെ വരും. ഒന്നിങ്ങനെ നിൽക്കുന്ന ക്യാമറ, അതുപോലെ തന്നെ മറ്റൊന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കാണിക്കുന്ന ക്യാമറ, അങ്ങനെ പലതുണ്ട്. ഞാൻ സെർച്ച് ചെയ്ത് പലതും കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്റെ സഹോദരിയുടെ വീട്ടിൽ 2 ക്യാമറയാണ് വെച്ചത്. അതിൽ ഒരു ക്യാമറയിൽ 2 കാണിക്കുക, 2 ക്യാമറകളുണ്ടാവും. പിന്നെ അങ്ങനെ 4 ഭാഗത്തു നിന്നുള്ള ദൃശ്യം കിട്ടുന്നുണ്ട്. ഇപ്പോൾ അതിന് വല്ല അനക്കം വന്നാലൊക്കെ അത് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ ഈ ഫോണിലേക്ക് വരും. ഇപ്പോൾ നമ്മളിപ്പോ ഈ ഫോണിൽ എന്തെങ്കിലുമൊക്കെ നെറ്റിൽ നിന്ന് കാണുന്ന സമയത്താണ് അവിടെ ആരെങ്കിലും വരുന്നെങ്കിൽ നമുക്ക് ഈ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ പിന്നെ നെറ്റ് വേണം, ഫോണിൽ നെറ്റ് ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ വീട്ടിലൊക്കെ പല ആളുകളും പല ആവശ്യങ്ങൾക്ക് വരുമ്പോൾ ഞാൻ ഇവിടുന്ന് കാണാറുണ്ട്, ഇതിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഞാൻ ഓപ്പൺ ആക്കി നോക്കാറുണ്ട്, ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഒരു CCTVനേക്കായി ഒക്കെ ഏറ്റവും നല്ലത് ഇത്തരം വൈഫൈ ക്യാമറ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ വീടുകൾക്കൊക്കെ കേട്ടോ. ഇനി CCTV വെക്കുന്നവർ അത് വെച്ചോളി, അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞത് കാശില്ലാത്ത സാധാരണക്കാരായിരിക്കുന്ന ആളുകളുടെ വീട്ടിലൊക്കെ വൈഫൈ ഉണ്ടാവും. അത്തരം ആളുകൾക്ക് വളരെ ചുരുങ്ങിയ കാശ് കൊടുത്താൽ ഇതേപോലെ ഒരു വൈഫൈ ക്യാമറ കിട്ടും. അതുകൊണ്ട് ഇതുപോലെ ഉപകാരമുണ്ട് എന്നറിയിക്കാൻ വേണ്ടി മാത്രമാണ്.